രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറയുണ്ടാക്കി, ഒന്ന് മറ്റൊന്നിലേക്ക് ചേരാതെ കൂടിക്കലരാതെ. എന്താണ് ഈ വിഷയത്തിലുള്ള മർമ്മം, എന്താണ് ഈ വിഷയത്തിലുള്ള ദൃഷ്ടാന്തമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ആരാണ് സൃഷ്ടിപ്പ് തുടങ്ങിയത്? സുമ്മ യുഈദു, പിന്നീട് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നവനുമാരാണ്? ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലോകത്താരുണ്ട്? ഇല്ല, എനിക്കതിന് സാധിക്കും, ഇന്ന ശക്തിക്ക് സാധിക്കും, ഇന്ന വ്യക്തിക്ക് സാധിക്കും എന്നു പറയാൻ ആരാണുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി മനുഷ്യരെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമുള്ള ഏക ആരാധ്യൻ, ഏക ശക്തി എന്നുള്ളത്. ഇതിൽ യാതൊരു വിവാദത്തിൻ്റെയും എതിർ അഭിപ്രായങ്ങളുടെയും സാധ്യതകൾ ഇല്ല. കാരണം അത്രയും വ്യക്തവും സ്പഷ്ടവുമായ നിരവധി തെളിവുകളാണ് ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിന്റെ ഏതാനും ചില ആയത്തുകൾ പരിശോധിച്ചാൽ ഒന്നിനു പിറകെ ഒന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഉലൂഹിയത്തിന്, താൻ ആരാധ്യനാണ് എന്നതിന്റെ തെളിവുകളായി നിരവധി കാര്യങ്ങൾ അല്ലാഹു ഉന്നയിക്കുന്നുണ്ട്. ഈ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ യഥാർത്ഥ അവകാശി അല്ലാഹു മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും വ്യക്തമാകും. ആ കാരണം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഇലാഹ്. അല്ലാഹു അല്ലാത്തവർ ഇലാഹ് എന്ന പദവിക്ക് അർഹരല്ല, പ്രാർത്ഥിക്കപ്പെടാൻ അർഹരല്ല. ഇത് വളരെ കൃത്യമായി സ്ഥാപിക്കുന്നു പരിശുദ്ധ ഇസ്ലാം. ഇത്ര സ്പഷ്ടമായ നിർദ്ദേശങ്ങളും ആയത്തുകളും തെളിവുകളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാതെ നമുക്ക് കാണുക സാധ്യവും അല്ല. ഇനി അള്ളാഹുവിന്റെ ചോദ്യവും തെളിവുകളും നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള, അല്ലയോ മനുഷ്യരെ, ആരാണ് ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? നമുക്ക് പറയാൻ കഴിയുമോ ഏതെങ്കിലും ഒരു സൃഷ്ടിയാണ് ഈ ആകാശത്തെ പടച്ചതെന്ന്? നമുക്ക് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സൃഷ്ടിയാണ് ഈ ഭൂമിയെ പടച്ചതെന്ന്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. വ അൻസല ലക്കും മിനസ് സമാഇ മാഅൻ, അവൻ വാനലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു വെള്ളമിറക്കി തന്നിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വാനലോകത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ അത് ഇന്ന സൃഷ്ടിയാണ്, ഇന്ന വ്യക്തിയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല, ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ മഴ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജത്തിൻ, വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള, വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലും രുചികളിലുമൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ തോട്ടങ്ങളെ ആ മഴയുടെ വെള്ളം മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഉണ്ടാക്കി തന്നിരിക്കുന്നു. മാ കാന ലക്കും അൻ തുംബിതു ഷജറഹ, അങ്ങനെ വെള്ളം ഇറക്കി മഴ വർഷിപ്പിച്ച് അതിലൂടെ സസ്യലതാദികൾ മുളപ്പിക്കുക എന്നത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലോകത്താരുണ്ട്? ഇല്ല, എനിക്കതിന് സാധിക്കും, ഇന്ന ശക്തിക്ക് സാധിക്കും, ഇന്ന വ്യക്തിക്ക് സാധിക്കും എന്നു പറയാൻ ആരാണുള്ളത്? ആരും ഇല്ല. അപ്പോൾ അള്ളാഹുവിന്റെ ചോദ്യം, അ ഇലാഹു മഅല്ലാഹ്, ഇനി നിങ്ങൾ പറയൂ, അള്ളാഹുവിന്റെ കൂടെ വേറെ വല്ല ഇലാഹുമുണ്ടോ? അതോ അള്ളാഹു മാത്രമാണോ ഇലാഹ്? എത്ര സ്പഷ്ടമാണ്! അള്ളാഹു അവന്റെ ഉലൂഹിയത്തിന്റെ, അവൻ ആരാധ്യനാണ് എന്നതിന്റെ തെളിവുകൾ ഏതൊരു മനുഷ്യന്റെയും കണ്ണിൽ കാണാവുന്നതും കാതിൽ കേൾക്കാവുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കാവുന്നതുമായ വളരെ സ്പഷ്ടമായ തെളിവുകളാണ് പറഞ്ഞത്. അത് ചോദിക്കുന്നു, ഇലാഹു മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ വേറെ വല്ല ഇലാഹുകളും ഉണ്ടോ? ബൽഹും ഖൗമുൻ യഅദിലൂൻ. പക്ഷെ എന്നാലും ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവർ അതിൽ നിന്ന് വഴിതെറ്റുകയാണ്, അവർ മാറി സഞ്ചരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ്, തീർന്നില്ല. അമ്മൻ ജഅലൽ അർള ഖറാറൻ വ ജഅല ഖിലാലഹ അൻഹാറൻ, ഈ ഭൂമി അള്ളാഹു സംവിധാനിച്ചല്ലോ, എത്ര ഭംഗിയായി, എത്ര വ്യവസ്ഥാപിതമായി. ആ ഭൂമിയിൽ അരുവികളെയും അള്ളാഹു സംവിധാനിച്ചു. എത്ര ഭംഗിയിലാണ്, എത്ര വ്യവസ്ഥാപിതമായി, എത്ര സുന്ദരമായാണ് അരുവികൾ ഭൂമിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആര് സംവിധാനിച്ചതാണ്? ഇതൊക്കെ ആര് സൃഷ്ടിച്ചതാണ്? വജഅല ലഹ റവാസിയ വജഅല ബൈനൽ ബഹറൈനി ഹാജിസൻ, വലിയ വലിയ പർവ്വതങ്ങൾ അള്ളാഹു ഉണ്ടാക്കി. രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറയുണ്ടാക്കി, ഒന്ന് മറ്റൊന്നിലേക്ക് ചേരാതെ കൂടിക്കലരാതെ. ഇതെല്ലാം സംവിധാനിച്ചു. ആർക്ക് പറയാൻ കഴിയും ഇതെല്ലാം മനുഷ്യരാണ് ഉണ്ടാക്കിയത്, ഇത് ഇന്ന വ്യക്തിയാണ് ഉണ്ടാക്കിയത്, ഇത് ഇന്ന പ്രവാചകനാണ് ഉണ്ടാക്കിയത്, ഇത് ഇന്ന വലിയാണ് ഉണ്ടാക്കിയത്, ഇത് ഇന്ന പുണ്യപുരുഷനാണ് ഉണ്ടാക്കിയത്? ഒരാൾക്കും പറയാൻ സാധ്യമല്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം, അ ഇലാഹു മഅല്ലാഹ്, ഇനി നിങ്ങൾ പറയൂ. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി നിങ്ങൾ പറയണം, അ ഇലാഹു മഅല്ലാഹ്,
അള്ളാഹുവിൻ്റെ കൂടെ വേറെ വല്ല ഇലാഹുമുണ്ടോ? അള്ളാഹുവിൻ്റെ കൂടെ പ്രാർത്ഥിക്കപ്പെടാൻ, അള്ളാഹുവിൻ്റെ കൂടെ ആരാധിക്കപ്പെടാൻ, അള്ളാഹുവിൻ്റെ കൂടെ ദൈവമായി സ്വീകരിക്കപ്പെടാൻ വേറെ വല്ല ഇലാഹുകളുമുണ്ടോ? ഇല്ല. പക്ഷേ ബൽ അക്സറുഹും ലാ യഅലമൂൻ, മനുഷ്യന്മാരിൽ അധിക ആളുകളും ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഇത്രയും വ്യക്തമായ, ഇത്രയും സ്പഷ്ടമായ, ഏതൊരു മനുഷ്യനും കാണാൻ കഴിയുന്ന തെളിവുകൾ വളരെ ലഘുവായ രീതിയിൽ അള്ളാഹു നമുക്ക് മുന്നിൽ നിരത്തി തന്നിട്ട് അള്ളാഹുവിൻ്റെ ഒരൊറ്റ ചോദ്യമാണ് ആ ഇലാഹു മാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ വല്ല ഇലാഹുമുണ്ടോ കൂട്ടരെ? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? പക്ഷെ അധികം ആളുകളൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ആരാണുള്ളത്? നമുക്ക് പറയാൻ കഴിയുമോ ഞാൻ ഉത്തരം കൊടുക്കുമെന്ന്? ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് പറയാൻ കഴിയുമോ? ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എവിടെ വെച്ചും ഏത് ഭാഷയിലും എപ്പോഴും ഏത് സന്ദർഭത്തിലും വിളിച്ചാലും അവൻ്റെ വിളി മനസ്സിലാക്കി അവൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് അതിനുത്തരം കൊടുക്കാൻ ഇന്ന സൃഷ്ടിക്ക് കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അങ്ങനൊരു സൃഷ്ടിയുണ്ടോ? ഇല്ല. മാത്രമല്ല വയക്ഷിഫു സൂഅ, ആ വിളിക്ക് ഉത്തരം നൽകി നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നിങ്ങളുടെ ആവലാതികൾ, വേവലാതികൾ അതെല്ലാം മാറ്റിത്തരാൻ, അതെല്ലാം നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ആരാണുള്ളത്? വയജഅലക്കും ഖുലഫാ അൽ അർദ്, ഭൂമിയിൽ ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറ, കുറച്ചാളുകളുടെ മരണശേഷം പേരാളുകൾ ജനിക്കുന്നു. ഈ ഒരു പ്രക്രിയ തുടർച്ചയായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങളെ ഖലീഫയാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഈ ഭൂമിയുടെ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വരുന്ന രീതിയിൽ അനന്തരാവകാശികളായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ചോദ്യം ഇലാഹും അള്ളാഹ്, ഇതൊക്കെ ചെയ്യാൻ കൂട്ടരെ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന, ഒരു വിദ്യാഭ്യാസമില്ലാത്തവനും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ശൈലിയിൽ, ഒരു വിദ്യാലയത്തിൻ്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത, ആദ്യാക്ഷരങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു സാധാ മനുഷ്യന് പോലും മനസ്സിലാകുന്നു ഇതൊക്കെ പടച്ചോനല്ലേ ചെയ്തത്, ഇതൊക്കെ അള്ളാഹു അല്ലേ ചെയ്തത്. കാരണം ഇതിൻ്റെ സൃഷ്ടിപ്പിലും ഇതിൻ്റെ പരിപാലനത്തിലുമൊന്നും അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാൾക്കും പങ്കില്ല. കാരണം അങ്ങനെ പങ്കുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇത്ര വ്യവസ്ഥാപിതമായി നടക്കൂല. കാരണം രണ്ട് സൃഷ്ടാവ് എന്നുള്ളത് സങ്കല്പം തന്നെ വ്യർത്ഥമാണ്. അള്ളാഹുവിൻ്റെ ചോദ്യം ഇലാഹും അല്ലാഹ്. ഇനി അതല്ല, ഇതൊക്കെ ഇതിന് ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. അത് ചോദിക്കുന്നു ഇലാഹും അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ വല്ല ഇലാഹുകളുമുണ്ടോ? എന്നാൽ ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ച് ചിന്തിക്കുന്നുള്ളൂ. നിങ്ങളിതൊന്നും ആലോചിക്കുന്നില്ല. നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഇലാഹായി സങ്കല്പിച്ച് നടക്കുന്നു എന്നല്ലാതെ എന്താണ് ഈ വിഷയത്തിലുള്ള മർമ്മം, എന്താണ് ഈ വിഷയത്തിലുള്ള ദൃഷ്ടാന്തമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഖലീലമ്മാ തദക്കറൂൻ. തീർന്നു. അള്ളാഹിൻ്റെ ചോദ്യം വീണ്ടുമുണ്ട്. അമ്മ യഹ്ദീക്കും ഫി ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിൻ്റെ ഇരുട്ടുകളിൽ രാത്രി ഇരുൾ മൂടുമ്പോൾ നിങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുന്നു. 4 ഭാഗവും വെള്ളമാണ്, ഇരുട്ടാണ്, കൂരാക്കൂരിരുട്ട്. അവിടെ നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരാൻ മനുഷ്യർക്ക് സാധ്യമല്ല. നിങ്ങൾ കടലിൽ ഒറ്റക്കാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വഴികാട്ടുന്നവൻ ഇതുപോലെ കരയിലും ഒരു വിജനമായ ഇരുളിൻ്റെ രംഗത്തും നിങ്ങൾക്ക് വഴി കാണിക്കാൻ, നിങ്ങൾ വിളിച്ചാൽ ഉത്തരം നൽകാൻ ആരാണുള്ളത്? വമയൂർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദി റഹ്മത്തി, ഒരു സമൃദ്ധമായ മഴ അല്ലെങ്കിൽ ഒരു കനത്ത മഴ വരുന്നതിൻ്റെ മുമ്പ് ആ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നല്ല ഒരു കുളിർക്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ അറിയാം മഴ വരുന്നു. ആരാണ് ആ കാറ്റിനെ അയച്ചത്? അള്ളാഹുവിൻ്റെ ചോദ്യം ഇലാഹും അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ വല്ല ഇലാഹുകളുമുണ്ടോ? ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ കൂടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു വിശ്വാസി പറയുന്നു ഇല്ല. അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരു മനുഷ്യന് കൃത്യമായ രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് അവനാവശ്യമായ കർമ്മങ്ങളും അവനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നവൻ അവനാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം ഇലാഹും അല്ലാഹ്, കൂട്ടരെ അള്ളാഹുവിൻ്റെ കൂടെ വേറെ വല്ല ഇലാഹുകളുമുണ്ടോ ഈ വിഷയത്തിൽ? പക്ഷെ നിങ്ങൾ എന്താണ് ഇതൊന്നും ചിന്തിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും ഷിർക്കിലേക്ക് നിങ്ങൾ പോകുന്നത്? ഇതിൻ്റെ കൂടെ അള്ളാഹുവിന് കൂടെ വേറെയും ആളുകളുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് വൃഥാ നിങ്ങൾ അപകടത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിർക്കിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഇതെല്ലാം ചെയ്തു വെച്ച് ഇതെല്ലാം സൃഷ്ടിച്ച് എന്നിട്ടും ആളുകൾ ഇതൊന്നും ചിന്തിക്കാതെ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹുകളെ ഉണ്ടാക്കുന്നു, അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരാധ്യന്മാരെ സൃഷ്ടിക്കുന്നു. ഈ ആരാധ്യന്മാർ മുഴുവനും സൃഷ്ടികളാണ്, സൃഷ്ടാക്കളല്ല. ആരാണ് ഇതിനൊക്കെ
ആദ്യമായി കൊണ്ട് സൃഷ്ടിച്ചത് ഇവരാണോ? അടുത്ത ചോദ്യം അല്ലാഹുവിൻ്റെ, അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, ഇതിനെല്ലാം ആദ്യമായി പ്രഥമമായി സൃഷ്ടിച്ചതാരാണ്? മനുഷ്യരാണോ? കാരണം മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാര്? പ്രപഞ്ചം സൃഷ്ടിച്ചതാണോ? അല്ല, ഈ പ്രപഞ്ചമുണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള പടച്ചിറപ്പുണ്ട്, ആ പടച്ചിറപ്പാണ് സൃഷ്ടിച്ചത്. അമ്മൻ യബ്ദഉൽ ഖൽഖ, ആരാണ് സൃഷ്ടിപ്പ് തുടങ്ങിയത്? സുമ്മ യുഈദുഹു, പിന്നീട് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നവനുമാരാണ്? വമൻ യർസുഖുകും മിനസ്സമാഇ വൽ അർളി, വാനലോകത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് തിന്നാനുള്ള അന്നം നൽകിയവൻ, നിങ്ങൾക്ക് ഭുജിക്കാനുള്ള, നിങ്ങൾക്ക് രുചിക്കാനുള്ള ഭക്ഷണം നൽകിയവൻ ആരാണ്? വാനലോകത്തു നിന്നും കിട്ടുന്നു നിങ്ങൾക്ക്, ആകാശത്തു നിന്നും ഭൂമിയിലും നിങ്ങൾക്ക് സമൃദ്ധമായ രീതിയിൽ മഴ വർഷിപ്പിച്ച് വെള്ളം പെയ്യിപ്പിച്ച് അതിലൂടെ പഴവർഗ്ഗങ്ങളെ മുളപ്പിച്ച് നിങ്ങൾക്ക് ഊട്ട് നൽകിയവൻ, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവൻ, നിങ്ങൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നവൻ ആരാണ്? അള്ളാഹുവിൻ്റെ ചോദ്യം, ഇലാഹും അല്ലാഹ്. കൂട്ടരെ, അള്ളാഹുവിൻ്റെ കൂടെ വേറെ വല്ല ഇലാഹുമുണ്ടോ? ഉണ്ടെങ്കിൽ, ഉണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഖുൽ, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മുഴുവൻ മനുഷ്യന്മാരോട് ചോദിക്കണം. ലോകത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റു സൃഷ്ടികളെയും പടപ്പുകളെയും ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് പുറമെ വേറെ ഇലാഹുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം. ഹാത്തു ബുർഹാനക്കും, തെളിവ് കൊണ്ടുവരും. ഇതിനൊക്കെ പടച്ചറബിൻ്റെ കൂടെ വേറെ ഇലാഹുകളുണ്ട് എന്നതിന് നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ സത്യസന്ധത പുലർത്തുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വാദത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ പറയുന്നത് സത്യമാണ്, നിങ്ങൾക്ക് വാദിക്കാനും ജയിക്കാനും സാധിക്കുമെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരും. സഹോദരന്മാരെ, എത്ര വ്യക്തമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ. ഒരു ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മനുഷ്യന്മാർക്കും ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളും തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം എന്താ? ഇലാഹുമ്മ അള്ളാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ വല്ല ഇലാഹുമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. ഇല്ല, അതുറപ്പാണ്. അത് വാദിക്കുന്നവർക്കും അറിയാമില്ല എന്ന്, അത് ന്യായീകരിക്കുന്നവർക്കും അറിയാമില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ അംഗീകരിക്കുക, അവൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുക. ഇതല്ലാതെ മനുഷ്യൻ നിവൃത്തിയില്ല. അള്ളാഹു അവൻ മാത്രമാണ് ഇലാഹ് എന്നതിന് എത്രയോ തെളിവുകളാണ് അള്ളാഹുയുടെ മുമ്പിൽ വെച്ചത്. നമ്മുടെ കണ്ണിൽ കാണുന്ന, നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന, നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നിഷേധിക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ചോദ്യം ഇലാഹുമ്മ അല്ലാഹ്, ഉണ്ടോ? അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹുണ്ടോ? നമ്മൾ ഉറക്കെ പറയുന്നു, ഇല്ല. അതുകൊണ്ട് ഈ ഉത്തരത്തിലേക്ക് നാം എത്തിയാൽ നാം ഇരു ലോകത്തും രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കളവാക്കി ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തുകയും ചെയ്യും. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.